ഗർഭാശയത്തിൽ ശിശുവിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് 3 ഘട്ടങ്ങളിലായാണ് എന്ന് ഖുർആൻ പറയുന്നു. അവൻ മാതാക്കളുടെ ഉദരങ്ങളിൽ 3 അന്ധകാരങ്ങൾക്കുള്ളിൽ നിങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി രൂപപരിണാമം ചെയ്തെടുക്കുന്നു. അതേ അല്ലാഹുവാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ആധിപത്യം അവന് മാത്രമുള്ളതാകുന്നു. അവനല്ലാതെ ദൈവം ഏതുമില്ല. എന്നിരിക്കെ നിങ്ങൾ എവിടെ നിന്നാണ് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നാം മനസ്സിലാക്കുന്നത് പോലെ ഗർഭാശയത്തിൽ 3 വിവിധ ഘട്ടങ്ങളിലായാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഈ ഖുർആൻ സൂക്തം വ്യക്തമാക്കുന്നത്. വാസ്തവത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ വികാസം നടക്കുന്നത് 3 വ്യത്യസ്ത മണ്ഡലങ്ങളിലായാണ് എന്ന് ആധുനിക ജീവശാസ്ത്രം കണ്ടെത്തുകയുണ്ടായി. ഇന്ന് എല്ലാ ഭ്രൂണശാസ്ത്ര സംബന്ധമായ പാഠപുസ്തകങ്ങളിലും ഈ വിഷയം ഒരടിസ്ഥാന വിജ്ഞാനമായി പഠിപ്പിച്ചു വരുന്നു. ഭ്രൂണശാസ്ത്രത്തിലെ മൗലിക വിജ്ഞാന കോശമായ ബേസിക് ഹ്യൂമൻ എംബ്രിയോളജിയിൽ ഈ വസ്തുത ഇങ്ങനെ പ്രതിപാദിക്കുന്നു. ഗർഭപാത്രത്തിലെ ജീവിതത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ 2.5 ആഴ്ചകൾ ഭ്രൂണ പൂർവ്വദശയാണ്. പിന്നീട് 7-ാം ആഴ്ചയുടെ അവസാനം വരെ ഭ്രൂണദശയും 8-ാം ആഴ്ച മുതൽ പ്രസവം വരെ ഫീറ്റൽ ഘട്ടവും അഥവാ ഗർഭസ്ഥ ശിശു ഘട്ടവുമാണ്. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താൽ മാത്രമാണ് ഗർഭാശയത്തിനുള്ളിലെ ഈ പ്രതിഭാസം നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റു പല ശാസ്ത്ര സത്യങ്ങളെയും പോലെ തന്നെ ഈ വിഷയവും ഖുർആനിൽ അത്ഭുതകരമാം വിധം പ്രതിപാദിച്ചിരിക്കുന്നു. വൈദ്യശാസ്ത്ര വിഷയത്തിൽ വളരെ കുറച്ച് മാത്രം ജ്ഞാനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വിശദവും കൃത്യവുമായ വിവരമാണ് ഖുർആൻ സമർപ്പിച്ചത്. ഖുർആൻ മനുഷ്യവചനങ്ങളല്ലെന്നതിനും ദൈവീകമാണെന്നതിനുമുള്ള വ്യക്തമായ ദൃഷ്ടാന്തമത്രേ ഇത്.